ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗേൾസിന് ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടന്മാരോ ഭർത്താക്കന്മാരോ അനിയന്മാരോ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചേച്ചിമാർക്കും ഭാര്യമാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ ആവാനായി മുല്ലപ്പൂ ഒന്നും സമയത്തിന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. വീഡിയോയിൽ ഞാൻ കൃത്യമായി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അറ്റം വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് നിവർത്തുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതേപോലെ കിട്ടിയാൽ നമുക്ക് അടുത്ത പണിക്ക് പോകാം. അടുത്ത പണി വന്നിട്ട് വേറൊന്നുമല്ല, പെയിൻ്റ് അടിക്കുകയാണ് വേണ്ടത് കേട്ടോ. മുല്ലപ്പൂവിൻ്റെ ഒരു ഇതുപോലെ വരണ്ടേ. അപ്പോൾ അതിന് വന്നിട്ട് മഞ്ഞയും പച്ചയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അടിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കുറച്ച് മതി. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത പണി കിട്ടുക. അതിൻ്റെ നടുക്ക് കൂടെ നമുക്കൊന്ന് എടുത്ത് ചുരുട്ടിയാൽ മതി. അപ്പോൾ കളറും ആകും, മുല്ലപ്പൂവിൻ്റെ ഒരു ഡിസൈനും കിട്ടണ്ട. അങ്ങനെ കുറേ എടുക്കണം. ഞാനിവിടെ 2 ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര മുല്ലപ്പൂ കിട്ടി. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായിരിക്കും. ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും കേട്ടോ. അതിനുശേഷം സാധാ പൂക്കെട്ടുന്നമാതിരി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരുപാടൊന്നും അമുത്തണ്ട, പക്ഷെ അമുത്തിയാലും പൊട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്ര നീളമാണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ. എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ.